ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ അസമിൽ കേസ്. അസം PCC അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറയ്ക്കെതിരെയാണ് കേസെടുത്തത്. നിയമം ലംഘിച്ച് റോഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് കാണിച്ചുകൊണ്ടാണ് നടപടി. ഭയന്ന് പിന്മാറില്ലെന്നും യാത്ര തുടരുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24-നോട് പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്താണ് ഇങ്ങനെ കേസെടുക്കാനുള്ള കാരണം? ഇതിനെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ കാണുന്നു? അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ബൽറാം? റിജിത്ത്, ഭാരത് ജോഡോ യാത്രയുടെ 5-ാം ദിവസം അത് അസമിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായത്. ഈ അസമിലൂടെ യാത്ര കടന്നു പോകുന്നതിനിടെയാണ് നാടകീയമായ ഒരു നീക്കം അസം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അസമിലെ കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറയ്ക്കെതിരെ ഈ ഭാരത് ജോഡോ യാത്രയുടെ പേരിൽ അസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പോലീസ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ചട്ടങ്ങൾ ലംഘിച്ചു എന്നും ഈ ചട്ടം ലംഘിച്ച് റോഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഗതാഗത പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാക്കി എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുൻ അനുമതിയില്ലാത്ത റോഡിലൂടെ യാത്ര സഞ്ചരിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ ആരോപണം എന്നുള്ളത്. എന്നാൽ FIR രജിസ്റ്റർ ചെയ്തതിനപ്പുറത്തേക്ക് മറ്റ് നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24-നോട് പ്രതികരിച്ചത് ഈ പോലീസിൻ്റേത് ആരോപണം മാത്രമാണ്. പോലീസ് റോഡ് മാറി, മുൻ അനുമതിയില്ലാത്ത റോഡിലൂടെ അല്ലെങ്കിൽ റൂട്ട് മാറി സഞ്ചരിച്ചു എന്ന പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് കോൺഗ്രസിന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ റൂട്ട് മാറിയിട്ടില്ല. മുൻ നിശ്ചയിച്ച അതേ റൂട്ടിലൂടെയാണ് ഭാരത് ജോഡോ യാത്ര കടന്നു പോകുന്നത്. ഈ ഭാരത് ജോഡോ യാത്രയ്ക്കുള്ള അഭൂതപൂർവമായ ജനപങ്കാളിത്തം കണ്ട് അതിനെ തടസ്സപ്പെടുത്താനുള്ള BJP സർക്കാരിൻ്റെ, സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ഭയപ്പെടുത്തി തങ്ങളെ പിന്മാറ്റാൻ ശ്രമിക്കേണ്ട എന്നും അത്തരത്തിൽ പിന്മാറില്ല എന്നുമാണ് KC വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ BJP സർക്കാർ, അസമിലെ സർക്കാർ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവർ ഭാരത് ജോഡോ യാത്രയെയും രാഹുൽ ഗാന്ധിയെയും പരിഹസിച്ചും വിമർശിച്ചും രംഗത്തെത്തിയിരുന്നു. തുടർന്ന് എന്നാൽ ഭാരത് ജോഡോ യാത്ര കടന്നു പോകുന്നതിനാൽ അപ്പർ അസമിലുള്ള തന്റെ പരിപാടികൾ റദ്ദാക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചിരുന്നെങ്കിലും ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത നടപടിയാണ് പോലീസ് കേസെടുത്തതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.